ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബ് സീക്വൻസിനെ കുറിച്ചാണ്. അപ്പോൾ സീക്വൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, റിയൽ സീക്വൻസ് എന്താണെന്ന് പറഞ്ഞു, റിയൽ സീക്വൻസസിൻ്റെ കൺവേർജൻസ്, ലിമിറ്റ് എന്നുള്ള കൺസെപ്റ്റ് നമുക്കറിയാം. അതുപോലെ ലിമിറ്റിനെ കുറിച്ചിട്ടുള്ള കുറേ റിസൾട്ടുകൾ, ലിമിറ്റ് തിയറംസ് നമ്മൾ കണ്ടു. ആൻഡ് മോണോട്ടോണിക് സീക്വൻസ് എന്താണെന്ന് കണ്ടു, മോണോട്ടോൺ കൺവേർജൻസ് തിയറം കണ്ടു. നൗ വി ടോക്ക് അബൌട്ട് സബ് സീക്വൻസസ് ആൻഡ് the relation between the convergence of a subsequence and the convergence of the original sequence. അപ്പോൾ ഒരു സീക്വൻസിൻ്റെ സബ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ, ഇഫ് യു ഹാവ് എ സീക്വൻസ് Sn, say let Sn is equal to sequence S1, S2, etc. If this is a real sequence, any infinite succession of terms of Sn picked out in any way but preserving the original order is called a subsequence of sequence Sn. എന്താണ് sequence Sn ന്റെ subsequence എന്ന് പറഞ്ഞാൽ, if you have a sequence Sn, S1, S2, S3, etc. ഒരു an ordered collection of infinitely many elements of this sequence, infinitely many terms of this sequence. ഈ സീക്വൻസിൽ നിന്ന് ഒരു ഇൻഫൈനൈറ്റ് കളക്ഷൻ ഓഫ് ടേംസ് എടുക്കുകയാണ്. എല്ലാ ടേംസും എടുക്കണമെന്നില്ല, ബട്ട് ഒരു ഇൻഫൈനൈറ്റ് എനി ഓർഡേർഡ് ഇൻഫൈനൈറ്റ് collection of terms of the sequence Sn, പ്രിസർവിങ് ദ ഓർഡർ. അതായത് ഈ സീക്വൻസിൽ ഈ എലമെന്റ്സ് ഏത് ഓർഡറിലാണോ അപ്പിയർ ചെയ്തിരിക്കണേ അതേ ഓർഡറിൽ തന്നെ നമ്മൾ എടുക്കുന്ന ഓർഡേർഡ് സെറ്റിലും വരണം. ഓക്കെ, അതായത് ആദ്യം ഇപ്പോൾ S3 എന്ന് പറഞ്ഞ എലമെന്റ് ആണ് ഞാൻ ചൂസ് ചെയ്യുന്നതെങ്കിൽ പിന്നത്തെ എലമെന്റ് ചൂസ് ചെയ്യുന്നത് S1 S2 ആവാൻ പാടില്ല. S3ക്ക് ശേഷമുള്ള ഒരു ടേം തന്നെ ആയിരിക്കണം നെക്സ്റ്റ് ടേം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് പ്രിസർവിങ് ദി ഒറിജിനൽ ഓർഡർ എന്ന് പറഞ്ഞാൽ. എന്താണ് അർത്ഥം? എനി ഇൻഫൈനൈറ്റ് സക്സഷൻ ഓഫ് ടേംസ് ഓഫ് സീക്വൻസ് Sn picked out in any way but preserving the original order. Okay, preserving the order, original order in which they appear in the parent sequence. They appear in the parent sequence Sn, okay, is called a subsequence of sequence Sn. Is called a subsequence. അപ്പോൾ എന്താണ് സബ്സീക്വൻസ് എന്ന് മനസ്സിലായോ? ഒരു സീക്വൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ സീക്വൻസ് 1/n, that is sequence 1, 1/2, 1/3, 1/4, etc. Suppose I am collecting infinitely many terms from the sequence, preserving the order in which they appear in the original sequence. That means if I am taking sequence 1/2, then 1/4, then 1/6, even പൊസിഷനിലുള്ള ടേംസ് മാത്രം എടുത്തു. ദിസ് ഇസ് എ subsequence of the original sequence. ഓക്കെ, അപ്പോൾ ഞാൻ ഈ എഴുതിയിരിക്കുന്ന സീക്വൻസ്, ഇപ്പം ഞാൻ സീക്വൻസ് Sn എന്ന് വിളിച്ചാൽ സീക്വൻസ് ഞാൻ ഇതിനെ A എന്ന് വിളിക്കുകയാണ്. സീക്വൻസ് A is a subsequence of sequence Sn. ഓക്കെ, സീക്വൻസ് An is a subsequence of sequence Sn. വേറൊരു സബ്സീക്വൻസ് നമുക്ക് പറയാൻ വേണമെങ്കിൽ സീക്വൻസിൽ തന്നെ നമുക്ക് ഓഡ് ടേംസ് മാത്രം എടുത്താൽ അതും ഒരു സബ്സീക്വൻസ് ആണ്. 1/1 എടുക്കാൻ വേണമെങ്കിൽ, 1 എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, 1, 1/3, 1/5, etc. ദിസ് ഇസ് എ സബ്സീക്വൻസ്. ഇനി ആദ്യത്തെ കുറച്ച് ടേംസ് എടുത്തില്ല, സേ ഞാൻ 1/5 തുടങ്ങിയിട്ടുള്ള ടേംസ് എടുത്തു, എന്നാലും ദിസ് ഇസ് ഓൾസോ എ സബ്സീക്വൻസ് ബിക്കോസ് ഇങ്ങനെ കുറച്ച് ടേംസ് മാത്രം എടുത്തു, എന്നാലിത് സബ്സീക്വൻസ് തന്നെയാണ്. പിന്നെ 1/n² എടുക്കുകയാണ്, സീക്വൻസ് 1/n², അതായത് 1/1, 1/4, 1/9,
1/16. അപ്പോൾ ഈ ടേംസ് എല്ലാം നമ്മുടെ സീക്വൻസ് എസ് എന്നിലെ ടേംസ് തന്നെയാണ് അല്ലേ. 1 എന്ന് പറയുന്നത് സീക്വൻസിലെ ടേമാണ്. 1/4 ഇതിലെ ടേം ആയിരുന്നു. അതേ ഓർഡറിൽ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. 1ന് ശേഷം തന്നെയാണ് 1/4 വന്നിരിക്കുന്നത്. 1/9 അതിന് ശേഷമുള്ള ഒരു ടേമാണ്. 1/16 അതിന് ശേഷമുള്ള ഒരു ടേമാണ്. അപ്പോൾ ഓർഡർ പ്രിസർവ് ചെയ്യുന്നുണ്ട്. എല്ലാ ടേംസും ഒറിജിനൽ സീക്വൻസിലെ തന്നെ ടേംസ് ആണ്. സോ ദിസ് ഇസ് എ സബ് സീക്വൻസ്. ഓക്കെ, സീക്വൻസ് 1/2n ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. 1/2n അതൊരു സബ് സീക്വൻസ് ആണ്. സീക്വൻസ് 1/nന്റെ ഇത് 1/2n - 1 ആണ് എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഈസ് ഓൾസോ സബ് സീക്വൻസ് ഓഫ് ദിസ് സീക്വൻസ് 1/n. 1/n² സബ് സീക്വൻസ് ആണ്. അങ്ങനെ കുറേ സബ് സീക്വൻസസ് നമുക്ക് എഴുതാം. അപ്പോൾ സബ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഞാൻ ഒറിജിനൽ സീക്വൻസിനെ ഞാൻ SN എന്നാണ് വിളിക്കണമെങ്കിൽ ഈ സബ് സീക്വൻസിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇഫ് യു ഹാവ് എ സീക്വൻസ് SN, S1, S2, S3 എക്സെട്ര, ഈ സീക്വൻസിലെ ഏതെങ്കിലും ഒരു ടേം ഞാൻ എടുക്കുകയാണ്. ഏതെങ്കിലും ഒരു ടേം ഞാൻ എടുക്കുകയാണ്. ഏതെങ്കിലും ഒരു ടേം S2. ഇതാണ് SNൽ തന്നെ ഫോർ സം n. ഞാൻ SM എന്ന് ഞാൻ വെറുതെ വിളിക്കുവാണ് കേട്ടോ, SM. ഇനി ഞാൻ എടുക്കുന്ന ടേം S2ന്റെ കഴിഞ്ഞിട്ടുള്ള ഒരു ടേം ആയിരിക്കണം അല്ലേ. ഇനി എടുക്കുന്ന ടേം എന്ന് പറയുന്നത് S1 ആവാൻ പറ്റില്ല. S3ഓ S4ഓ S5ഓ എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ ഇനി ഞാൻ എടുക്കുന്ന ടേം S3 S4 എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ഞാനൊരു ചുമ്മാ ഞാൻ S4 എടുത്തു എന്ന് വിചാരിക്കും. അപ്പോൾ ഈ ടേമിനെ നമുക്ക് SMന് പകരം വേറെ എന്തെങ്കിലും ഒരു പേര് വിളിക്കേണ്ടി വരും. അപ്പോൾ ഇതിനെ ഞാൻ M1 M2 എന്ന് വിളിക്കാം. ഇതിനെ ഞാൻ M1 SM1 അല്ലെങ്കിൽ SN1 എന്ന് തന്നെ വിളിക്കാം. SN1. ഇതിനെ ഞാൻ SN2 എന്ന് വിളിക്കുകയാണ്. SN1. ദിസ് ഇസ് SN1. ദിസ് ഇസ് SN2. എന്താണ് N1 N2 തമ്മിലുള്ള റിലേഷൻ? N1ഉം N2 ഒക്കെ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. S2 കഴിഞ്ഞിട്ട് ഈ നമ്പറിനേലും വലിയ നമ്പർ ആയിരിക്കണം ഇത് അല്ലേ. N1നേലും വലുതായിരിക്കണം N2, എന്നാലേ ആ ഓർഡർ പ്രിസർവ്ഡ് ആവുള്ളൂ. SN1 എന്ന് പറഞ്ഞ സീക്വൻസിലെ ഒരു ടേം ആയിരുന്നു. N1th ടേം ആയിരുന്നു. N1th ടേം കഴിഞ്ഞിട്ടുള്ള പിന്നത്തെ ഏത് ടേം വേണമെങ്കിലും സെക്കൻഡ് ടേം ആയിട്ട് വരാം. സബ് സീക്വൻസിലെ സെക്കൻഡ് ടേം ആയിട്ട് വരാം. അപ്പോൾ ഫസ്റ്റ് ടേം ഞാൻ N1th ടേം ഓഫ് ദി ഒറിജിനൽ സീക്വൻസ് ആണ് എടുത്തെങ്കിൽ ഫസ്റ്റ് ടേം തുടങ്ങി N1th ടേം വരെയുള്ള വേറെ ഒരു ടേമും ആ ടേംസ് ഒന്നും സെക്കൻഡ് ടേം ആയിട്ട് ഇനി വന്നുകൂടാ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ടേംസേ വരാവൂ. ഓക്കെ, അപ്പോൾ N1നേക്കാളും വലിയ നമ്പർ ആയിരിക്കണം N2. ദാറ്റ് ഇസ് ദ റിലേഷൻ. N1നേക്കാളും വലിയ നമ്പർ ആയിരിക്കണം N2. സ്ട്രിക്ട്ലി വലുതായിരിക്കണം. N1 തന്നെ റിപ്പീറ്റ് ചെയ്ത് വരാനും പറ്റില്ല. അതായത് ഈ 1/n എന്നുള്ള സീക്വൻസിൽ ഞാൻ 1 1 1 1 1 എക്സെട്ര എന്ന് എടുത്താൽ ഇറ്റ് ഇസ് നോട്ട് എ സബ് സീക്വൻസ്. ഓക്കെ, ഫസ്റ്റ് ഞാൻ എടുക്കുന്ന 1 എന്നുള്ള ടേം ആണെങ്കിൽ അത് ഫസ്റ്റ് ടേം ആണെങ്കിൽ പിന്നെ ഫസ്റ്റ് ടേം വരാൻ പാടില്ല. സെക്കൻഡ് ടേം തുടങ്ങിയിട്ടുള്ള വേറെ ഏത് ടേം ആണെങ്കിലും സെക്കൻഡ് ടേം ഓഫ് ദി സബ് സീക്വൻസ് ആയിട്ട് വരാം. അപ്പോൾ ഇനി ഞാൻ എടുക്കുന്ന ടേം, അപ്പോൾ ഞാൻ ഇനി എടുക്കുന്ന ടേമിൻ്റെ പ്രത്യേകത എന്തായിരിക്കുന്നത്? S4 കഴിഞ്ഞിട്ടുള്ള ഏത് ടേം വേണമെങ്കിലും എടുക്കാം. ഓക്കെ, ഇപ്പോൾ S8 എന്നാണ് ഞാൻ എടുക്കണേ. അപ്പോൾ 8 എന്ന് പറഞ്ഞാൽ 4നേക്കാളും വലിയ ഫോർത്ത് ടേം കഴിഞ്ഞിട്ടുള്ള ടേം ആവണമെന്നേ ഉള്ളൂ. അപ്പോൾ SN3 എന്ന് പറയുന്നത് is a natural number such that N3 is bigger than N2 and it is bigger than N1. അതായത് നമുക്ക് ഈ സബ് സീക്വൻസിനെ ഞാനിപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ഒരു പെർട്ടിക്കുലർ ഓർഡർ. എനിക്ക് ഇങ്ങനെ എഴുതാം. സീക്വൻസ് SNന്റെ സബ് സീക്വൻസിനെ സബ് സീക്വൻസിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? SNK എന്ന് ഡിനോട്ട് ചെയ്യാം. SNK അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നൊട്ടേഷൻ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. SMK എന്നോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. എന്താണ് ഈ NKന്റെ പ്രത്യേകത? N1 N2 N3 etc. These are all natural numbers such that N1 should be strictly less than N2, that is strictly less than N3 and so on. അതായത് സീക്വൻസ് NK എന്ന് പറയുന്നത് is a strictly monotonic increasing sequence of natural numbers ആയിരിക്കണം. അപ്പോൾ എനിക്ക് ഇങ്ങനെ വേണമെങ്കിലും സബ് സീക്വൻസിനെ ഡിഫൈൻ ചെയ്യാം. എങ്ങനെ ഡിഫൈൻ ചെയ്യാം?
That is, if sequence Sn, that is, if Sn is a sequence, is a number sequence ആയിരിക്കണം അല്ലേ, എന്നാലല്ലേ ഇങ്ങനെ റിയൽ സീക്വൻസ്. നമ്മളിപ്പോൾ റിയൽ സീക്വൻസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റിയൽ സീക്വൻസ്, then a subsequence of sequence Sn is a sequence Snk where nkയുടെ പ്രത്യേകത എന്താണ്? n1 n2 n3 etc. are all natural numbers such that the sequence of these numbers is strictly increasing. So I can say where nk is a strictly increasing sequence of ഈ നമ്പേഴ്സ് എന്ത് നമ്പേഴ്സ് ആണ്? നാച്ചുറൽ നമ്പേഴ്സ് ആണ് അല്ലേ? എത്രാമത്തെ ടേം എന്നുള്ള ആ സഫിക്സ് ആയിട്ട് വന്നിരിക്കുന്ന നമ്പറാണ് ഞാൻ എൻ കെ എന്ന് ഡിനോട്ട് ചെയ്തിരിക്കണേ. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. സോ ദിസ് ഇസ് ഹൗ സബ്സീക്വൻസ് ഇസ് ഡിഫൈൻഡ്. ഓക്കെ, ഇപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് കാണാം നമുക്ക്. Sequence xn be a sequence of real numbers and n1 less than n2 less than etc. less than nk is a strictly increasing sequence of natural numbers. Then the sequence xnk given by xn1, xn2 etc. is called a subsequence of sequence xn. For example, if we have sequence 1 by n, then the selection of even indexed terms produces a subsequence 1 by 2n, where n1 is 2, n2 is 4, kth term nk is 2k. ഇനി വേറൊരു subsequence ആണ് 1 by 2n minus 1, sequence 1 by 2n minus 1. That is also a subsequence. 1 by 2n factorial is a subsequence. But these are not subsequences. For example, 1 by 2, 1, 1 by 4, 1 by 3 എന്താ പ്രശ്നം? ഇതിൽ ഈ ടേംസ് എല്ലാം സീക്വൻസ് 1 by n ടേംസ് ആണ്. But the order in which they appear in the sequence, that order is not preserved. 1 by 2 ശേഷം 1 വന്നു, പക്ഷെ സീക്വൻസിൽ ഒറിജിനൽ സീക്വൻസിൽ 1 ശേഷം 1 by 2, 1 by 2 ശേഷം 1 വന്നിട്ടില്ല. സോ ആ ഓർഡർ തിരിഞ്ഞുപോയി അല്ലേ? ഓർഡർ പ്രിസർവ് ചെയ്തില്ലെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് എ സബ്സീക്വൻസ്. 1 by 4 അത് കഴിഞ്ഞ് വന്നു, പിന്നെ 1 by 3 വന്നു. 1 by 4 ശേഷം 1 by 3 വന്നിട്ടില്ല. നമ്മുടെ ഒറിജിനൽ സീക്വൻസിൽ 1 by 3 1 by 4 മുന്നേ ആണ്. ഈ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയാൽ ഇറ്റ് ഇസ് നോട്ട് എ സബ്സീക്വൻസ്. അതുപോലെ തന്നെ ഈ അടുത്ത സീക്വൻസ് നോക്കിക്കേ, 1 0 1 by 3 1 by 0 1 by 5 0 എക്സെട്ര. ഇതില് ഈ ഓഡ് ടേംസ് എല്ലാം സീക്വൻസിലെ ടേംസ് ആണ്, പക്ഷെ ഈവൻ ടേംസ് സീക്വൻസിൽ ഇല്ലാത്ത ടേം ആണ് 0 എന്ന് പറയുന്ന നമ്പർ. ആ ടേംസ് ഓഡ് ടേംസ് ഒന്നും സീക്വൻസിൽ ഇല്ല. അപ്പോൾ ദിസ് ഇസ് ഓൾസോ നോട്ട് എ സബ്സീക്വൻസ് ഓഫ് സീക്വൻസ് 1 by n. കാരണം സീക്വൻസിൽ ഇല്ലാത്ത ടേംസ് ഒന്നും പുതിയതായിട്ട് ഇതിലുണ്ടാവാൻ പാടില്ല. സബ്സീക്വൻസിൽ പുതിയ ടേംസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല, പിന്നെ ഓർഡറും മാറാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് സബ്സീക്വൻസസിന്റെ ഒരു തിയറം നോക്കാം. തിയറം പറയുന്നത് ഇതാണ്: ഇഫ് യു ഹാവ് എ സീക്വൻസ് xn കൺവേർജിങ് ടു ദി നമ്പർ x, then every subsequence of sequence xn also converges to the same limit. ഒരു കൺവേർജൻ സീക്വൻസിന്റെ എല്ലാ സബ്സീക്വൻസും അതേ ലിമിറ്റിലേക്ക് തന്നെ, ഒറിജിനൽ സീക്വൻസിന്റെ ലിമിറ്റിലേക്ക് തന്നെ കൺവേർജ് ചെയ്യും എന്നാണ് നമുക്ക് ഈ തിയറം പറയണേ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ഒരു കാര്യം ഓർത്തേക്കണം: സീക്വൻസ് xnk ഈസ് എ സബ്സീക്വൻസ് ഓഫ് സീക്വൻസ് Sn എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സബ്സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ given sequence xnk is a subsequence of sequence xn, അല്ലെങ്കിൽ ലെറ്റ് എന്ന് എഴുതാം.
be a subsequence of sequence Sn. That means it is a collection of infinitely many terms of the sequence preserving the original order, the order in which the terms appear in the original sequence. That is nk എന്ന് പറയുന്നത് nk is a natural number for every k and it is a monotonic increasing sequence. Nk n1 is strictly less than n2 is strictly less than n3 and so on. Now proof. Suppose that sequence xn converges to x. Suppose sequence xn converges to x. And the proof to prove sequence xnk also converges to x. For that, take an epsilon greater than 0. Since xn converges to x corresponding to the above epsilon, there exists a positive integer m such that modulus of xn minus x is less than epsilon for all n greater than or equal to m. That means xn belongs to the neighborhood x minus epsilon, x plus epsilon, the open interval, for all n greater than or equal to m. That means the mth term xm onwards, every term of the sequence, that means xm, xm plus 1, xm plus 2, etc., they are all lying inside the open interval x minus epsilon, x plus epsilon. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് xnk കൺവേഴ്സ് ടു x എന്നാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് mth ടേം തുടങ്ങി ഉള്ള സീക്വൻസിലെ ടേംസ് ഒക്കെ mth ടേം തുടങ്ങിയിട്ട് എല്ലാ ടേംസും xm plus 1 തുടങ്ങിയിട്ട് എല്ലാ ടേംസും സീക്വൻസിലെ എല്ലാ ടേംസും എവിടെയാണ്? ഈ ടേംസ് എല്ലാം ഈ എക്സ് മൈനസ് എപ്സിലോൺ എക്സ് പ്ലസ് എപ്സിലോണിൻ്റെ അകത്താണ്. അപ്പോൾ ഇതിൽ mth ടേം കഴിഞ്ഞിട്ടുള്ള ഏത് ടേമാണ് സബ്സീക്വൻസിൽ വന്നിരിക്കണതെന്ന് എടുക്കണം. സോ വി ചൂസ് എ term say x n k naught such that n k naught is bigger than m. m-നേക്കാൾ വലിയ ഒരു n k naught ചൂസ് ചെയ്യാം. സോ n k naught ചൂസ് ചെയ്യണം അല്ലേ? Since sequence nk is a strictly increasing sequence of natural numbers, choose a natural number nk naught such that nk naught is bigger than m, bigger than or equal to m. Okay, then m-നേക്കാളും വലുതാണ് nk naught. Since it is monotonic increasing, nk is monotonic increasing sequence, nk naught-നേക്കാളും വലുതായിരിക്കും nk naught plus 1. അതിനേലും വലുതായിരിക്കും, സോറി എഴുതി തെറ്റിപ്പോയി, യെസ് കറക്റ്റ്, nk naught plus 1. അതിനേലും വലുതായിരിക്കും nk naught plus 2 and so on. എന്താ കാര്യം? Since sequence nk is monotonic increasing, strictly increasing. അങ്ങനെയാണെങ്കിൽ by this condition
I can say mth term കഴിഞ്ഞിട്ടുള്ള എല്ലാ ടേംസും എക്സ് മൈനസ് എപ്സിലോൺ എക്സ് പ്ലസ് എപ്സിലോണിലാണ്. അപ്പോൾ mth ടേം കഴിഞ്ഞിട്ടുള്ള ടേംസ് ആണ് എൻ കെ നോട്ട് ടേം, എൻ കെ നോട്ട് പ്ലസ് വൺത്ത് ടേം ഒക്കെ. അതായത് സ്റ്റാർ ഇംപ്ലൈസ് x nk naught, x nk naught plus 1, x nk naught plus 2, etc. These are all lying inside the open interval x minus epsilon, x plus epsilon. That means I can write x nk is inside x minus epsilon, x plus epsilon for all k greater than or equal to k naught. Or I can say modulus of x and k minus x is less than epsilon for all k greater than or equal to k naught. So that means our subsequence x and k converges to x, or limit of x and k is equal to x as k tends to infinity. Okay, മനസ്സിലായോ? അപ്പോൾ ഇനി പറയുന്ന സബ്സീക്വൻസിൻ്റെ തിയറം എന്താണെന്ന് വെച്ചാൽ, ഇഫ് എക്സ് is a sequence of real numbers, then the following three statements are equivalent. First statement says that sequence xn does not converge to x. Sequence xn does not converge to x എന്ന് പറഞ്ഞാൽ sequence xn converge to x ന്റെ definition എന്താണ്? For every epsilon greater than 0 there exists m in n such that modulus of xn minus x is less than epsilon for all n greater than equal to m. അതിന്റെ negation അപ്പോൾ എന്താ വരിക? Sequence xn does not converge to x എന്ന് പറഞ്ഞാൽ there exists an epsilon naught, say epsilon or epsilon naught greater than 0 such that it is impossible to find a natural number m or k such that from the mth term onwards all the terms satisfy this equation, this inequality. അപ്പോൾ അങ്ങനെ ഒരു നാച്ചുറൽ നമ്പർ കെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദാറ്റ് മീൻസ് ഫോർ എവറി കെ ഇറ്റ് ഇസ് നോട്ട് ട്രൂ ദാറ്റ് ഓൾ ദി ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു കെ ദ ഇനീക്വാളിറ്റി ഹോൾസ്. ഇറ്റ് ഇസ് നോട്ട് ട്രൂ ദാറ്റ് ദിസ് ഇനീക്വാളിറ്റി ഹോൾസ് ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു കെ. പിന്നെയോ ഈ ഇനീക്വാളിറ്റി ഏതൊക്കെയോ എന്നുകൾക്ക് സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. ദാറ്റ് ഈസ്, you can write, in other words, for each k in n there exist some values of n, say nk greater than or equal to k, such that the inequality, the above inequality does not hold. അതായത് ആ ഇനീക്വാളിറ്റി ഹോൾഡ് ചെയ്യുന്നില്ല. ലെസ് ദാൻ എപ്സിലോൺ നോട്ട് അല്ല എന്ന് വെച്ചാൽ എന്താ അർത്ഥം? മോഡുലസ് ഓഫ് എക്സ് എൻ കെ മൈനസ് എക്സ് ഇസ് നോട്ട് ലെസ് ദാൻ എപ്സിലോൺ, ദാറ്റ് ഇസ് ഇറ്റ്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട്. അപ്പോൾ നമ്മളുടെ സെക്കൻഡ് കണ്ടീഷൻ കിട്ടി. ഇനി സെക്കൻഡ് കണ്ടീഷൻ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് കണ്ടീഷനും പ്രൂവ് ചെയ്യാം. കാരണം സെക്കൻഡ് കണ്ടീഷൻ എന്താ പറയണേ? ഏത് there exists an epsilon naught, അല്ലെ? there exists an epsilon naught such that for any k there exists nk such that this inequality greater than or equal to epsilon naught എന്നുള്ള അതിൻ്റെ ഇനീക്വാളിറ്റി ഹോൾഡ് ചെയ്യും. അപ്പോൾ നമ്മൾ k ഈക്വൽ ടു 1 എന്ന് കൊടുക്കുകയാണ്. k ഈക്വൽ ടു 1 കൊടുത്താൽ ആ 1നേക്കാൾ വലിയൊരു n1 കണ്ടുപിടിക്കാൻ പറ്റും, such that xn1 term xn1 is at a distance greater than or equal to epsilon naught from x. ഇനി kക്ക് പകരം n1 plus 1 കൊടുത്താലോ യു ക്യാൻ ഫൈൻഡ് ഔട്ട് സം അതർ നമ്പർ n2 greater than n1, കാരണം greater than or equal to n1 plus 1 അവര്, which is strictly greater than n1, so that xn2 is also outside the interval x minus epsilon naught x plus epsilon naught. Continuing like this, we get a subsequent sequence xnk of sequence xn such that every term of the subsequence is it keeps a distance greater than or equal to epsilon naught from the point x. It keeps at least an epsilon naught distance from the point x.
അപ്പം അങ്ങനെ എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ സീക്വൻസ് എക്സ് എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ വി കുഡ് ഫൈൻഡ് എ സബ്സീക്വൻസ് വിച്ച് കീപ്സ് എ മിനിമം ഡിസ്റ്റൻസ് ഓഫ് എപ്സിലോൺ നോട്ട് ഫ്രം ദ പോയിന്റ് എക്സ്. ഏത് എപ്സിലോൺ, ഒരു എപ്സിലോൺ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ, ഒരു എപ്സിലോൺ കണ്ടുപിടിക്കാൻ പറ്റും സച്ച് ദാറ്റ് യു ക്യാൻ ഫൈൻഡ് ഔട്ട് എ subsequence which keeps a minimum distance of epsilon naught from the point x. ഇനി ഇപ്പോൾ നമ്മൾ തേർഡ് കണ്ടീഷൻ അസ്യൂം ചെയ്യുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ തിരിച്ച് വീണ്ടും പ്രൂവ് ചെയ്യാം. എങ്ങനെയാണ്? സപ്പോസ് സീക്വൻസ് ആസ് എ സബ്സീക്വൻസ് എക്സ് എൻ കെ സാറ്റിസ്ഫൈങ് ദ കണ്ടീഷൻ 3. അതിൻ്റെ അർത്ഥം എന്താണ്? എക്സ് എൻ കെ ഇസ് ഒരു എപ്സിലോൺ നോട്ടിന് ഇങ്ങനെ ഒരു എം ഇല്ല അല്ലേ. It keeps at least a distance of epsilon naught from the point x. That means the subsequence xnk does not converge to the point x. അല്ലേ? That means xnk cannot converge to x. ഇനി നമ്മളൊരു തിയറം പ്രൂവ് ചെയ്തായിരുന്നു. എന്താണ്? ഒരു സീക്വൻസ് എക്സിലേക്ക് കൺവേർജ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ സബ്സീക്വൻസും എക്സിലേക്ക് തന്നെ കൺവേർജ് ചെയ്യണമെന്ന്. അപ്പോൾ ഇഫ് യു ഹാവ് എ സബ്സീക്വൻസ് വിച്ച് ഡസ് നോട്ട് കൺവേർജ് ടു ദ പോയിന്റ് എക്സ്, then x cannot converge to the point x. Okay, so by that theorem sequence xn does not converge to x. So 1 implies 2, 2 implies 3 and 3 implies 1. That means these three statements are all equivalent. Okay.